ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമിയ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള ഒരു സ്റ്റീംഡ് സ്നാക്ക് ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നെയ്യ് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 4 ചെറുപഴം ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഞാലിപ്പൂവിൻ്റെ നന്നായി പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതൊരു ചെറുപഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിലോട്ടൊരു 1/4 മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാണ്ട് എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് പഴമൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് സേമിയ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടി ചേർക്കാം. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സേമിയ വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അധികം വെന്തുടഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ പറ്റുന്ന ഒരു പാകത്തിൽ കിട്ടണം. പിന്നെ സേമിയ പരസ്പരം ഒട്ടി പിടിക്കുകയോ കട്ട പിടിക്കാനോ പാടില്ല. ഇതുപോലെ വേറിട്ട് തന്നെ കിട്ടണം. ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് ശർക്കരപ്പാനിയാണ് ചേർക്കുന്നത്. ഇത് ഞാനൊരു 2 അച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചിട്ട് ശർക്കരപ്പാനിയൊക്കെ വറ്റി കുറുകി വരട്ടെ. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള വാൽനട്ട്സ് ആണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ ഒരു സേമിയ മിക്സ് കണ്ടോ, ശർക്കരപ്പാനിയൊക്കെ വറ്റി നല്ല പാകത്തിന് തന്നെ കുറുകി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വാൽനട്ട്സ് ഈ പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ മേലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സേമിയ മിക്സ് ഇട്ട് കൊടുക്കാം. ശേഷം ഇതുപോലെ ഒരു സ്പാച്ചിലോ സ്പൂണോ ഉപയോഗിച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തട്ട് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തട്ടിലേക്ക് പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കാം. ശേഷം ഇതിൻ്റെ മേലേക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വയ്ക്കാം. ഇനി ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് ആണ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കുകയാണ്. വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള സേമിയ ആട്ട ഇതവിടെ പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതിൻ്റെ ചൂടൊക്കെ നന്നായി പോയതിന് ശേഷം ഇതുപോലൊരു പ്ലേറ്റിലോട്ട് കമഴ്ത്തി നോക്കാവുന്നതാണ്. ശേഷം ഇത് മുറിച്ച് കഴിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടയാണ്. അടിപൊളി ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി സേമിയ അട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.